മണ്ണാർക്കാട് അധികാരികളും അതിൽ പെടും തീർച്ചയായിട്ടും. നമ്മളങ്ങനെ ഒരാളെ വലിയ ആൾക്കാരെ മാത്രം എടുത്തു പറഞ്ഞിട്ട് നമ്മൾ കുറ്റം പറയില്ല. ഇന്നലെ ഇതിപ്പോൾ ആശുപത്രിപ്പള്ളിയുടെ ഒരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ ഇല്ല, അതേപോലെ ഒരു ബസ്, പ്രൈവറ്റ് ബസ്സിനെ കാണാൻ കൊതിയാവാണ് സത്യം പറഞ്ഞാൽ. എന്താണ് ഇങ്ങനെ അവര് ആവശ്യങ്ങൾ നടത്തി കൂടി പറയാം. KSRTC ഡ്രൈവർമാരും അതേപോലെ കണ്ടക്ടർമാരും വളരെ അഹങ്കാരികളാണ്. അത് നിങ്ങൾ വേഷം മാറിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒന്ന് കയറി നോക്കണം എന്താണെന്നുള്ളത്. നിങ്ങളൊരു ദിവസം കയറി നോക്കണം തീർച്ചയായിട്ടും. അപ്പോഴാണ് നിങ്ങൾക്ക് അവരുടെ സ്വഭാവം ശരിക്കും അറിയുള്ളൂ. അപ്പോൾ റോഡ് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് മന്ത്രിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കൂടി കേൾക്കാൻ വേണ്ടി പറയണം. ഈ ജനങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ നടക്കരുത്. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല, കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരാളെ മൊത്തത്തിൽ നമ്മൾ കാര്യങ്ങൾ അറിയണം. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ നെല്ലിപ്പുഴ പാലത്തിൽ ചെറിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് വലതുവശത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു കുഴി, അത് വണ്ടികൾ വലിയ വാഹനങ്ങളൊക്കെ പോയി ഏകദേശം വലുതായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് നഗരസഭ അതൊന്ന് പെട്ടെന്ന് തീർത്ത് തരണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ബൈക്കുകളൊക്കെ അതിൽ പോയിട്ട് ചാടിയിട്ട് വണ്ടികളെ ഇടയിൽ പോയിട്ട് പെടുക. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് മാത്രം. അപ്പോൾ രാവിലെ ഞാൻ കോടതിപ്പടി തൊട്ടിട്ട് അല്ലെങ്കിൽ കുന്തിപ്പുഴ വരെ ഒന്ന് പോയി, അതേപോലെ ടൗണൊക്കെ മൊത്തം ഒന്ന് കറങ്ങി നോക്കുമ്പോൾ ഒരു മനുഷ്യനില്ല. രാവിലെ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രൈവറ്റ് ബസ്സുകാരെ സൂചനാ പണിമുടക്കാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളാകെ പൊറുത്തിമുട്ടിയിരുന്നു എല്ലാം കൊണ്ടും കേട്ടോ. റോഡിൻ്റെ അവസ്ഥ, ഇപ്പോൾ വാഹനങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റോഡ് വേണം. ഇത് റോഡ് ഒക്കെ ഒന്നും ശരിയാക്കാതെ പിന്നെ ഒക്കെ സ്വകാര്യ വാഹനങ്ങളിൽ പോണ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഞാൻ അധികാരികളെ തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ മറ്റുള്ള ആൾക്കാരല്ല. അതുപോലെ മണ്ണാർക്കാട് അധികാരികളും അതിൽ പെടും തീർച്ചയായിട്ടും. നമ്മളങ്ങനെ ഒരാളെ വലിയ ആൾക്കാരെ മാത്രം എടുത്തു പറഞ്ഞിട്ട് നമ്മൾ കുറ്റം പറയില്ല. ഇന്നലെ ഇതിപ്പോൾ ആശുപത്രിപ്പള്ളിയുടെ ഒരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ ഇല്ല, അതേപോലെ ഒരു ബസ്, പ്രൈവറ്റ് ബസ്സിനെ കാണാൻ കൊതിയാവാണ് സത്യം പറഞ്ഞാൽ. എന്താണ് ഇങ്ങനെ അവരെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാതെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒക്കെ അവനവൻ്റെ കാര്യം മാത്രം എന്നുള്ള രീതിയിൽ നടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ അങ്ങനെ നടന്നിട്ട് വലിയൊരു പ്രയോജനവും ഇല്ല. കാരണം പ്രൈവറ്റ് ബസ്സുകാർ കൊടുക്കുന്ന ഒരു സഹായങ്ങൾ നമ്മുടെ KSRTCയിൽ അല്ലെങ്കിൽ KSRTC ഒരിക്കലും കൊടുക്കുന്നില്ല. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ പല ആളുകൾക്ക് വേണ്ടിയിട്ടും സംഭാവനകൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ കളക്ഷൻ അത് ഏതെങ്കിലും KSRTCത്തെ അല്ലെങ്കിൽ അതാത് ഡിപ്പോയിലുള്ള ആൾക്കാർ ഇന്ന വരെ കൊടുക്കണം ഞാൻ കേട്ടിട്ടില്ല. ഒരു സർക്കാർ ഒരാൾക്ക് സഹായം കൊടുത്തു എന്ന് ഞാൻ ഈ 15 വർഷത്തിനുള്ളിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടിലുള്ള ആളുകളെ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് നമ്മൾ എപ്പോഴും കാണാറ്. എന്നിട്ടും പ്രൈവറ്റ് ബസ്സുകാർക്ക് കുറ്റാണ്. കുട്ടികളെ കയറ്റിയില്ല, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല, അല്ലെങ്കിൽ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പോക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനെയുള്ള കുറേ തീട്ടങ്ങളുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാദ്യം ഒരു പ്രൈവറ്റ് ബസ്സിൽ
ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു ദിവസം കണ്ടക്ടറായിട്ടോ ഡ്രൈവറായിട്ടോ നിങ്ങൾ പോവുക, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാവും. ഇപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാനിപ്പോൾ അത് തേടി നടക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കുമ്പോൾ അവിടെ തമിഴ്നാട് കോർപ്പറേഷൻ്റെ ഒരു വണ്ടി, അതേമാതിരി നമ്മുടെ കേരള കോർപ്പറേഷൻ്റെ ഒരു KSRTC, കാര്യമായിട്ട് കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തേക്കാണ് അധികം വന്ന് പോണത്. അപ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്നത് ഒരു പാലക്കാട് വണ്ടിയാണ്, പക്ഷേ ആളില്ല. കാരണം ഈ KSRTC ഗണേഷ് കുമാർ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിലേ ആൾക്കാരുണ്ടാവുള്ളൂ. KSRTC ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലേ. നമ്മുടെ KSRTCനെ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ മന്ത്രിമാരുടെ അവസ്ഥ. ഇപ്പം പറഞ്ഞതല്ല പിന്നെ പറയാം. VD സതീശൻ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ വാക്ക് മാറ്റി പറയില്ല, ഇപ്പം പറഞ്ഞത് ഞങ്ങൾ വാക്ക് മാറ്റി പറയില്ല എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ ഒക്കെ എന്താ പറയുക, ദിവസക്കൂലിക്ക് പോണവരാണ് ഇപ്പോൾ ഈ നഗരത്തിലധികം വരുന്നവർ. അല്ലാതെ പിന്നെ എന്താ പറയുക, ലക്ഷങ്ങൾ വരുമാനമോ അല്ലെങ്കിൽ പിന്നെ കോടികൾ വരുമാനമുള്ള ആൾക്കാരൊന്നും അല്ല. ഞാൻ ജോലിക്കാരുടെ കാര്യം മാത്രമേ പറഞ്ഞത്. കാരണം മണ്ണാർക്കാട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിൽ ദിവസക്കൂലിക്ക് പോണ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പകുതി ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ലീവാണ്, പകുതി ആളുകൾ. അതേമാതിരി സ്കൂളുകളിൽ പോണ ഒരുപാട് കുട്ടികളുണ്ട്, അവരൊന്നും വന്നിട്ടില്ലെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗണേഷ് കുമാർ സാറ് അറിയേണ്ടത്. കാരണം നിങ്ങൾ അവിടെ 10 ചാനലുകാരെ കാണുമ്പോൾ കുറേ മൈക്കയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ പറയണങ്ങൾ. അല്ലാതെ നിങ്ങൾ വെറുതെ എന്തൊക്കെ വാവിട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഒരു കാര്യം ബസ്സുകാരെ ഒരു കാര്യം അംഗീകരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ഓടുക? അപ്പോൾ അവർ പറഞ്ഞ കുറേ ആവശ്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ മുഴുവനായിട്ടും KSRTC നിങ്ങൾക്ക് ഇറക്കാൻ കഴിയുമോ? അങ്ങനെ വെച്ചാൽ അതിപ്പോൾ നാളെ CRTൻ്റെ ദേശീയ പണിമുടക്കാണ്. അതിൽ BMS മാത്രം ഒഴിവാണ്, ബാക്കിയുള്ള എല്ലാ ആളുകളും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ നട്ടം തിരിയില്ലേ? നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്, 1-ാം തീയതി കൊടുക്കുന്നുണ്ട് എന്ന് പറയാതില്ല. ഏതൊന്നാം തീയതി എന്ന് മാത്രം പറയുന്നില്ല. എനിക്കിപ്പോൾ അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാഴ്ചയിൽ പറയാനുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ KSRTCനെക്കാട്ടിലും ഏറ്റവും നല്ലത് പൊതുനിരത്തിൽ പ്രൈവറ്റ് ബസ് തന്നെയാണ്. അപ്പോൾ ആ KSRTCയുടെ അവസ്ഥകളൊന്ന് നോക്കണം. നേരെ മറിച്ചൊരു പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൽ സീറ്റിംഗ് കപ്പാസിറ്റി കൂടി ഇല്ല. ശരിക്കും കയറി വന്ന ഒരു 25 ആളിന് താഴെ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഓടിയിട്ട് നിങ്ങൾക്ക് KSRTCയിൽ എന്ത് ലാഭം ഉണ്ടാവുക? ഞാൻ അതാണ് ചിന്തിക്കണത്. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധിയില്ലേ? പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കൂടുതൽ വാഹനങ്ങൾ ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സ്വന്തമായിട്ട് കാറുകൾ കൂടുതലും ഇന്ത്യയിലാണ് കാറുകളുള്ളത്. അപ്പോൾ ഈ കാറും ബൈക്കും വാങ്ങിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ പോണത് പൊതുവേ. പിന്നെ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കോളേജ് കുട്ടികളും ഇതൊക്കെയാണ്. കാരണം അവർക്കിപ്പോൾ 15 റുപ്യ 20 റുപ്യ കൊടുത്തിട്ട് അവർക്ക് KSRTC പോകാൻ പറ്റില്ല. കൺസെഷൻ കൊടുക്കുന്ന KSRTC ഉണ്ടായിരിക്കാം, എന്നിരുന്നാലും അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു യാത്ര എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് തന്നെയാണ്. ഇപ്പോൾ കോടതിപ്പടി എത്തി. ഇപ്പോൾ കോടതിപ്പടി ഞാൻ കുറച്ച് മുന്നേ വന്നിട്ടുള്ളപ്പോൾ ഒരു 2 KSRTC ഒക്കെ പോയി. അപ്പോൾ അവരടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ BMS ആളും ഒരാൾ CRT-കാരനാണ്. അപ്പോൾ നാളെ ഞാൻ ഉണ്ടാവില്ല പറഞ്ഞു ആ KSRTC ഡ്രൈവർ. അപ്പോൾ ഗണേഷ് കുമാർ സാറ് പറഞ്ഞു ഞങ്ങൾ നാളെ ഓടും, CRT-നെ ഞങ്ങൾക്ക് ബാധിക്കില്ല, ജനങ്ങളെ താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആദ്യം ഞാൻ വേറൊന്നും കൂടി പറയാം, KSRTC ഡ്രൈവർമാരും അതേപോലെ കണ്ടക്ടർമാരും വളരെ അഹങ്കാരികളാണ്. അത് നിങ്ങൾ വേഷം മാറിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒന്ന് കയറി നോക്കണം എന്താണെന്നുള്ളത്.
എന്താണെന്നുള്ളത് നിങ്ങൾ ഒരു ദിവസം കയറി നോക്കണം തീർച്ചയായിട്ടും. അപ്പോഴാണ് നിങ്ങൾക്ക് അവരുടെ സ്വഭാവം ശരിക്കും അറിയുള്ളൂ. അപ്പോൾ ഇതാപ്പോൾ മുന്നിൽ പോകുന്നൊരു KSRTC വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ആളുണ്ടെന്ന് പറയാം, എന്നാലും ആളുകളില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇവിടെ കുന്തിപ്പുഴ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ബസ്സുകാർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം കിട്ടണം, ആൾക്കാരെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അതിപ്പോൾ അവർ പറഞ്ഞ തന്നെ ആ അസോസിയേഷനിൽ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടുള്ളത് അറിയോ? നമുക്ക് പൊതുവേ നമുക്ക് നഗരത്തിൽ ആളുകൾ ഉണ്ടായിരിക്കണം, അപ്പോഴാണ് നഗരം ഉണരുള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒഴിഞ്ഞിരുന്ന് പറയേണ്ടി വരില്ല. അങ്ങനെ വെച്ചാൽ പറയാം, പറഞ്ഞാലും പാടിയാലും തീരില്ല നമ്മുടെ നാട്. എന്ന് നന്നാവുന്ന അറിയാത്ത അപ്പോൾ സാധുക്കളായ ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത്. പണക്കാരായിട്ട് ഇപ്പോൾ ആരുമില്ല, ഒക്കെ നട്ടം തിരിഞ്ഞ് നടക്കാണ്. അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ സാറ് ഈ പൊതുഗതാഗത മന്ത്രിയല്ലേ, അതേപോലെ റോഡ് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് മന്ത്രിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കൂടിയും കേൾക്കാൻ വേണ്ടിയിട്ട് പറയണേ, ഈ ജനങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ നടക്കരുത്. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല, കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരാളെ മൊത്തത്തിൽ നമ്മൾ കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ആ വഴിക്ക് തിരിയാൻ നിൽക്കരുത്. അപ്പോൾ കോങ്ങാട്ടിക്ക് പോകുന്നൊരു വണ്ടിയാണ്, പെരിന്തൽമണ്ണെന്ന് വരിക തോന്നുന്നുണ്ട്. ഫോണിനെ ചവിട്ടിക്കൂട്ടി ഒറ്റ കയറുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ യാത്രയിൽ പറയണത്. നമുക്ക് ആളുകൾ വേണം നഗരത്തിൽ. നാട്ടിൽ ആരുമില്ല. ഇന്നിപ്പോൾ ഞാൻ ശരിക്കും പറയട്ടെ, ഏറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 250 റുപ്യ 300 റുപ്യക്ക് ഒന്ന് ഓടിയിട്ടുള്ളൂ. 250 റുപ്യക്ക് 300 റുപ്യക്ക് ഓടി പറഞ്ഞു കഴിഞ്ഞാൽ 270 റുപ്യക്ക് എണ്ണ അടിച്ചു പോണേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നാളെ ഇത്രയും വിജനാവും. നാളെ ഇത്രയും ആൾക്കാരുണ്ടാവില്ല. നാളെ പിന്നെ എന്താ പറയുക, ഒരു വണ്ടികളും, കാരണം അതിൽ എല്ലാ ആളുകളും പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർമാരുണ്ട്, വക്കീൽമാരുണ്ട്, ഇനി ഇല്ലാത്തവരൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവരാരും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ഈ സമയത്തിൽ മലയാളിക്ക് ബന്ദ്, അതേപോലെ ലീവ്, ഹർത്താൽ, അങ്ങനെ വേറെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ലീവ് എടുക്കും. തീർച്ചയായിട്ടും അവർ പിന്നെ പണിക്ക് ഒന്നിനും പോവില്ല. അപ്പോൾ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാലേ നമുക്ക് 10 റുപ്യ കിട്ടുള്ളൂ, അതുമില്ല. അപ്പോൾ ഇതിൽ കൂടുതലേക്ക് ഇനി ഇങ്ങനെ നമ്മുടെ ഈ വാർത്താമാധ്യമങ്ങളെ പോലെ പറയാൻ എനിക്ക് അറിയാണ്ടല്ല, പക്ഷേ എന്താ പറയുക, നമ്മുടേതായ രീതിയിൽ നമ്മളിങ്ങനെ പറയുള്ളൂ. അപ്പോൾ എത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ എന്ന് മാത്രം, വേറൊന്നും ഇല്ല പറയാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്കിലോ വല്ലതും കിട്ടിയാൽ നമ്മളങ്ങനെ പറയാമെന്ന്. കുറച്ച് എന്താ പറയുക ദൂരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അവിടുന്ന് ഇങ്ങോട്ട് നെല്ലിപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് എത്ര ബൈക്കുകളെ കണ്ടു, എത്ര കാറുകാരെ കണ്ടു. കാരണം ഏതെങ്കിലും ഒരു പിന്നെ എന്താ പറയുക സാധാരണക്കാരന് പിന്നെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പൊതുവേ എന്താ പറയുക, ഓട്ടോറിക്ഷകൾക്ക് ഓട്ടമില്ല. ഇപ്പോൾ ഏകദേശം മണ്ണാർക്കാട് താലൂക്ക് തന്നെ ഏകദേശം 1000-ഓളം ഓട്ടോറിക്ഷകൾ എന്താ പറയുക ഓട്ടമില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാത്തിനും വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ വില കുറയ്ക്കാനും ഇതൊന്നും പറ്റില്ല എന്നറിയാം. എന്നിരുന്നാലും നിങ്ങൾക്കുള്ളത് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. അതായത് പിന്നെ
ഭരണാധികാരികൾക്ക് എല്ലാതും സമയാസമയത്ത് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഇന്ന് മണ്ണാർക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പിന്നെ മണ്ഡലം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായി. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പദവി നിങ്ങൾക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത് തരുമ്പോൾ നിങ്ങൾ ആ പദവി കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയണം. അതായത് വായുഗുളിക വാങ്ങാൻ പോണ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ. അപ്പോൾ ഒരാളും വലിയൊരാളായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്നും പറയേണ്ടത് എന്തായാലും നമുക്ക് നാളെ കാണാം.